ഹെഡ്സെറ്റ് എപ്പോഴും വെച്ചിരിക്കുന്ന ആൾക്കാർ കുറേ കഴിയുമ്പോൾ ഹെഡ്സെറ്റിന് പകരം അവരോട് ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ട ഒരു അവസ്ഥ വരും. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉള്ളതുപോലെ തന്നെ ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഇയർപോഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ദോഷങ്ങളുണ്ടാവുന്നു? ദോഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹിയറിംഗ് വോള്യം ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും പെർമിസിബിൾ ഹിയറിംഗ് വോള്യം ഉണ്ട്. നമുക്കിപ്പോൾ അതിന് WHO ഗൈഡ് ലൈൻസ് തന്നെ ഉണ്ട്. ഇത്ര ഡെസിബിൾ, അതായത് നമ്മൾ ഇൻറ്റൻസിറ്റി അളക്കുന്നത് ഡെസിബിളിലാണ്. അപ്പോൾ അതിൽ ഇത്ര ഡെസിബിൾ എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത്, നിങ്ങളൊക്കെ ഗൂഗിളിൻ്റെ ആൾക്കാരല്ലേ, യു സെർച്ച് ബൈ യുവർ ഓൺ. അപ്പം ഇത്ര ഡെസിബിളിന് ഇത്ര ടൈം മാത്രമേ പാടുള്ളൂ. ഇപ്പോൾ നോർമലി പറയുന്നത് ഒരു മോർ ദാൻ 85 ഡെസിബിൾ സൗണ്ടിന് ഒരു മോർ ദാൻ 8 hours അത്ര, അതായത് 85 ഡെസിബിൾസ് നമ്മൾ ഒരു 8 hours അത്രേ കേൾക്കാൻ പാടുള്ളൂ എന്നാണ്. അതിൽ കൂടുതൽ കേൾക്കാൻ പാടില്ല. അപ്പോൾ ചിലപ്പോൾ ഈ 110 dB, ഇപ്പോൾ നമ്മൾ ഈ ക്രാക്കറൊക്കെ പറയില്ലേ, പടക്കം പൊട്ടുക, പിന്നെ അതേപോലെ DJ, അപ്പോൾ ഈ 110 dB അതിൻ്റെയൊക്കെ മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് 2 ടൈപ്പാണ് ഹിയറിംഗ് ലോസ് വരിക. നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് അക്കോസ്റ്റിക് ട്രോമ എന്ന് പറയും. ഇപ്പോൾ നമുക്ക് വലിയൊരു DJ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരലുണ്ട്, അതായത് ചെവി കേൾക്കണില്ല, ചെവി അടഞ്ഞു. പലർക്കും അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടാവില്ല അല്ലേ, ഭയങ്കര സൗണ്ടിൽ കുറേ നേരം ഇരുന്ന് ചെവി അടഞ്ഞ പോലെ ഒരു ഫീലിംഗ്. അപ്പോൾ അതിൽ എന്ന് വെച്ചാൽ അക്കോസ്റ്റിക് ട്രോമ എന്ന് പറയുന്നത് പെട്ടെന്ന് സൗണ്ട് കേൾക്കാതെ പോവുക, തീരെ കേൾവി നഷ്ടപ്പെടുക, അങ്ങനെ സംഭവിക്കാം. പിന്നെ ഇല്ലെങ്കിൽ 2 എണ്ണം, അതായത് ടെമ്പററി ഷിഫ്റ്റും ഉണ്ട്, പെർമനൻറ്റ് ഷിഫ്റ്റും ഉണ്ട്. ടെമ്പററി ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു അടവ് ഫീൽ ചെയ്യും. കുറച്ച് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ പതുക്കെ അതങ്ങ് ശരിയായി പോകും. ടെമ്പററി ത്രെഷോൾഡ് ഷിഫ്റ്റാണത്. പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം പെർമനൻ്റ് ആയിട്ട് തന്നെ ചെവി നഷ്ടപ്പെടാം. അതായത് നമ്മുടെ ഈ കോക്ലിയയിലേക്ക് സൗണ്ട് നമ്മൾ ഭയങ്കര സൗണ്ട് പോകുമ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ എന്താ പറയുക, ഈ ഓസിക്കിൾസ് എന്ന് പറയും, ചെവീൻ്റെ എല്ലുകൾ, ഒരു റിഫ്ലെക്സ് ഉണ്ട്. നമുക്ക് ആ റിഫ്ലെക്സിൽ ഇങ്ങനെ പിടിച്ചു നിർത്തും, വല്ലാതെ ആഘാതം പോകാതെ. പക്ഷെ ഭയങ്കര സൗണ്ടാണെങ്കിൽ ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കോക്ലിയയിലേക്കാണ് അതിൻ്റെ ആഘാതം പോവുക. അപ്പോൾ അവിടെ കോക്ലിയർ ലോസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുക സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്. അതൊരിക്കലും നമുക്ക് സർജറി കൊണ്ടോ മരുന്ന് കൊണ്ടോ പരിഹരിക്കാനും പറ്റില്ല. പിന്നെ ചിലപ്പം ഈ ഹെഡ്സെറ്റ് വെച്ച് അതായത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വേണേൽ പറയാം, ഹെഡ്സെറ്റ് എപ്പോഴും വെച്ചിരിക്കുന്ന ആൾക്കാർ കുറേ കഴിയുമ്പോൾ ഹെഡ്സെറ്റിന് പകരം അവരോട് ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ആ അവസ്ഥയിലേക്ക് പോവാതെ നമ്മളെ ഈ ന്യൂ ജനറേഷൻ, ഇപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ ചിലർ, ഇപ്പോൾ നമ്മളിപ്പോൾ ജോലിക്ക് വേണ്ടി ചെയ്യുക അല്ലേ, ജോലിക്ക് വേണ്ടി പലരും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിപ്പോൾ നമുക്ക് അവരുടെ ജോലിയാണ്, അതുകൊണ്ട് നമുക്കത് പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ യു ഹാവ് ടു ഫൈൻഡ് സം ഓപ്ഷൻസ്. ചില സമയത്തെങ്കിലും അത് ഊരി വെക്കാൻ ശ്രമിക്കുക. അതേപോലെ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ നിങ്ങൾ നോക്കുക. ഇത്ര സമയം ഇപ്പോൾ നിങ്ങളുടെ ഇതിൽ ഓരോ ഇയർപോഡ്, അത് നമ്മൾ ആ ഫോണിൽ തന്നെ കാണിക്കുമല്ലോ, ഈ ഇത്ര DBക്ക് മുകളിൽ പോകുന്നുണ്ട് അല്ലേ, നിങ്ങളുടെ എക്സ്പോഷർ പോകും. അപ്പോൾ അത്ര വോളിയം കൂട്ടാതെ ചെറിയൊരു വോളിയത്തിൽ വെക്കാൻ ശ്രമിക്കുക. ഇനി അത് കൂട്ടിയാൽ തന്നെ ഇത്ര നേരം വെക്കുക എന്നുള്ള ശ്രമിക്കുക. ചില ആൾക്കാർ, പലരും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ, ഈ പാട്ട് കേട്ട് ഉറങ്ങുന്ന ആൾക്കാർ, ഈ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ കേൾക്കുന്നുണ്ടാവില്ല, പക്ഷെ പാട്ട് ഓടുന്നുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ശീലമുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അതൊക്കെ പരമാവധി നമ്മൾ പാരൻസ് ആണെങ്കിലും അത് ഒരു അവയർനെസ് വേണം. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സെലിബ്രേഷൻ മൂഡിലാണിപ്പം അല്ലേ. എന്തൊരു കല്യാണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ആയിക്കോട്ടെ, കുട്ടികളുണ്ടായതായിക്കോട്ടെ അല്ലേ, എല്ലാത്തിനും ഭയങ്കര ആഘോഷങ്ങളാണ്. ഈ ആഘോഷങ്ങൾക്കൊക്കെ അവസാനം ഒരു DJ ഉണ്ടാവും. അപ്പോൾ ഈ DJ അതെന്ന് പറയുന്നത് ഇഷ്ടം, ഒരുപാട് സ്പീക്കേഴ്സും വെച്ച് ഹൈ ലവ്, അതൊന്നും പെർമിസിബിൾ സൗണ്ടേ അല്ല. അപ്പോൾ അത് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണോ, അതോ നമ്മൾ അറിയാത്തത് കൊണ്ടാണോ, അതോ നമ്മൾ അറിയാത്തത് നടിക്കുകയാണോ, എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയില്ല. ഒരു കളക്റ്റീവായിട്ടുള്ള ഇതാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു ഇതിൽ പങ്കെടുക്കുമ്പോൾ അവിടെ പോയി എനിക്കിതൊരു DJ പാടില്ല എന്ന് പോയി പറയാൻ പറ്റുമോ? ഐ കാൻ സേ ദാറ്റ്. അപ്പോൾ അത് ഒന്നിക്ക് അതിൻ്റെ സംഘാടകർ തീരുമാനിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, അവിടെയുള്ള ഒരു മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഷുഡ് നോ അല്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ IMAയുടെയും മറ്റേ ENTയുടെ ഇതിനനുസരിച്ച് ഇതിന് എഗെയിൻസ്റ്റുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ട്. നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസിന് എതിരായിട്ട് നമ്മൾ പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും എവിടെയും ആൾക്കാരിൽ എത്ര അവയർനെസ് എത്തിച്ചാലും അത്
എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഇപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റം വരാൻ പറ്റും എന്നറിയില്ല, പക്ഷെ പറ്റുന്ന പോലെ നിങ്ങളുടെ ചെവി നിങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതന്നെ ഞാൻ ഇത്രേ പറയുള്ളൂ. ഹെഡ്സെറ്റ് തന്നെ ഉപയോഗിച്ച് നമ്മൾ പോകുമ്പം അവിടെ ഒരു ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ട അവസ്ഥ വരിക എന്ന് പറയുന്നത് വളരെ അൺഫോർച്ചുനേറ്റ് ഇവൻ്റ് ആണ് അല്ലേ?